ഒരു സ്പെഷ്യലാണ് കേട്ടോ, കാണിച്ചു തരാം കേട്ടോ. കോവയ്ക്കയാണ്. കോവയ്ക്ക ഞാൻ ഇന്നലെ ചെറിയ വീഡിയോ ഇട്ടിരുന്നു, ചോറ് കഴിക്കുന്നതൊക്കെ. കോവയ്ക്ക ഇങ്ങനെ നല്ല ചതുരത്തിൽ അരിയണം, കനം കുറച്ചുണ്ടോ, കനം കുറച്ച് നല്ല ചതുരത്തിൽ അരിഞ്ഞിട്ട് ഇതിനകത്തിപ്പോൾ ഞാൻ ചേർത്തേക്കുന്നത്, പിന്നെ ഇതിനകത്ത് ഒരു സവാള ഉള്ളി, ഒരു പച്ചമുളക്, ഒരു വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, ഇത്ര ഇട്ടണം കേട്ടോ. ഇതിനകത്ത് ഇട്ടേക്കുന്നത് ഇത് മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂണ്, 1 സ്പൂൺ മുളക് പൊടി, പിന്നെ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു നുള്ള് കായപ്പൊടി, പിന്നെ ഉപ്പ്, 1 സ്പൂൺ ഉപ്പ്. എന്നിട്ട് ഇതിൻ്റെ മേളിൽ ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കണം കേട്ടോ. ഇതെന്താ പറയുക, വെറൈറ്റിയാണ്, നല്ല ടേസ്റ്റാണ്. 3-4 ദിവസം ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ഞാൻ വീഡിയോ ചെയ്യാമെന്ന് വെച്ചാൽ നല്ല നമുക്ക് ഞെവിടി യോജിപ്പിക്കണം കേട്ടോ. എന്നിട്ട് ഇത് 1 മണിക്കൂർ വെക്കണം കേട്ടോ. 1 മണിക്കൂർ ഇതിങ്ങനെ തന്നെ നമുക്ക് വെക്കണം. വെള്ളമൊന്നും ചേർക്കണ്ട, വെള്ളത്തിൻ്റെ ആവശ്യമില്ല. ഇതിൽ വെന്തോളും, നല്ല അതിൻ്റെ കൊഴുപ്പൊക്കെ പോയി. ഇത് നല്ല പഴുത്ത കോവയ്ക്കാണ് ഇതിന് വേണ്ടത് കേട്ടോ. ഇത് പഴുത്ത കോവയ്ക്ക കേട്ടോ, പച്ചയല്ല കേട്ടോ. നല്ല പഴുത്തത് നല്ലതാണ്, നല്ല മധുരം, നല്ല ടേസ്റ്റാണ്. അപ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. നമുക്കിത് 1 മണിക്കൂർ ഇത് മൂടി വെക്കണം. ഇങ്ങനെ കുഴച്ചിട്ട് 1 മണിക്കൂർ നമുക്ക് മൂടി വെക്കണം. കയ്യിലെ കൊഴുപ്പൊക്കെ കണ്ടോ, നല്ല ടേസ്റ്റാണ്. ഈ എണ്ണയൊക്കെ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട്. അപ്പം നമുക്ക് 1 മണിക്കൂർ മൂടി വെച്ചിട്ടാണ് ഇതിനെ ഉണ്ടാക്കാൻ. അപ്പം ഞാനെല്ലാം അരിഞ്ഞ് റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് 1 മണിക്കൂർ വെച്ചതിന് ശേഷം അടുപ്പിൽ വെക്കാം കേട്ടോ. അത് ഇന്നലെ ഞാൻ വേവിച്ചതിൻ്റെ വീഡിയോ ഇന്നലെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതെനിക്ക് ഇന്നലെ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പം ഇതെല്ലാവരും കാണുന്നവരൊന്ന് ലൈക്കും കമൻറ്റും. ഓക്കെ.